ഗായ്സ് ഇങ്ങനെ പാസഞ്ചേഴ്സ് എന്നിട്ട് വന്നിട്ട് ഒരു പാസഞ്ചർ പനിയാണെന്ന് പറഞ്ഞിട്ടാണ് തൊട്ടു നട്ട പേര്. അപ്പൊ നമുക്ക് ഒന്ന് സൂചി വെച്ച് പനി ഒന്ന് മാറ്റി കൊടുത്താലോ? അപ്പൊ നമുക്ക് സൂചി വെച്ച് പനി ആദ്യം സൂചി എടുത്തിട്ടുണ്ട്. ഇനി അത് നല്ല നോക്കണം. ഇനി നമുക്ക് സൂചിയിൽ കുറച്ച് മരുന്നെടുക്കാം. സാക്ഷൽ മരുന്നല്ല, വെള്ളമാണ്. പോകും നമുക്ക് സൂചി വെക്കാം കേട്ടോ ഗൈസ്. നമ്മൾ സൂചി വെക്കാൻ പോവാണ്. തൊട്ട് ഒരാൾക്കേത് കിട്ടോ? നമ്മൾ സൂചി വെക്കാൻ പോവാം. ഒരാൾക്കേത് അയ്യോ തൊട്ട് സൂചി വെച്ചിട്ട് തൊട്ട് കലൊഴിച്ചല്ല കേട്ടോ, നമ്മളെ പേന്ന് ഒഴിച്ചാൽ പാവണ്ട് കേട്ടോ. സൂചി വെച്ചിട്ടുണ്ട്. ഇനി ടുട്ടുവിൻ്റെ പനി മാറാൻ വേണ്ടിയുള്ള ഉളികൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ടുട്ടു ഉളികൊക്കെ കുടിക്കണം കേട്ടോ. അപ്പം നമുക്ക് ടുട്ടുവിനെ കൊണ്ടുപോയി കിടത്താം. നമുക്ക് പുതിയ പാസഞ്ചേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനും കൂടി സൂചി വെച്ച് മാറ്റി കൊടുക്കാം. എന്താ പനി? പനിയാ. നമുക്ക് പനിക്കുള്ള സൂചി വെച്ച് കൊടുക്കാം. ചന്ദിക്കൻ വെച്ച് കൊടുക്കാം. അപ്പൊ നമ്മൾ സൂചി എടുത്തിട്ടുണ്ട്. സൂചി മരുന്നെടുത്തിട്ട് ഇതെന്തിന്റെ മേത്തത് പോകുന്നില്ല, അതുകൊണ്ടാണ് കുത്തി കുടിച്ചെടുക്കാം. എവിടെ അപ്പം സൂചി വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ആൾ ഓക്കെ ആയി. ഇനി അവിടെ നടന്നു പോയിക്കോട്ടെ. നടന്നു പോകും. അടുത്തതായി വന്നത് ഡക്ലിൻ കുട്ടിയാണ്. ഡക്ലിൻ കുട്ടിക്കും എന്താ സൂചി വെക്കാണ്. ഇത് സൂചി വെക്കൽ മത്സരമാണ് കേട്ടോ. അപ്പം നമ്മൾ ഡക്ലിൻ കുട്ടീനെ സൂചി വെക്കാൻ പോവാണ്. ഡക്ലിൻ കുട്ടി നല്ലൊക്കെ കിട്ടുക. ഡക്ലിൻ കുട്ടിക്ക് നമുക്ക് കൈമേൽ സൂചിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ സൂചി വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പാവം ഡക്ലിൻ കുട്ടി, കരഞ്ഞിട്ടൊന്നുമില്ല, നല്ല ഡക്ലിൻ കുട്ടിയായിട്ട് പാവം കുട്ടി. അടുത്തതായി വന്നത് റെഡ് കുട്ടിയാണ്. അപ്പം ഞങ്ങളെ റെഡ് കുട്ടിയല്ല, ബേർക്കുട്ടി. ബേർക്കുട്ടി നമുക്ക് ഒരു സൂചന വെച്ചിട്ടാണ് കുറച്ച് സൂചിക്ക് വേണ്ടിയുള്ള മരുന്നെടുക്കാം. പാവം മരൾക്കില്ലല്ലോ, നമുക്ക് കുത്തി കൊടുക്കാം. നല്ല കുട്ടി തോറ്റട, നല്ല കുട്ടി. അപ്പൊ ആള് ഓക്കെ ആയിട്ടുണ്ട്. പോയിക്കോട്ടെ. പിന്നെ നമുക്ക് ഒരു ഇരട്ടക്കുട്ടിയാണ് കിട്ടിയത്, ട്വിൻസ് ബ്രദേഴ്സ്. അപ്പൊ നമ്മൾ രണ്ടാളും നല്ല കുട്ടികളാണ്. അപ്പൊ ഇവർക്ക് രണ്ടാൾക്കും നമുക്ക് സൂചി ഒക്കെ എടുക്കണം. ഇവർ രണ്ടാളേലും ഇവർക്ക് മാത്രം നമുക്ക് സൂചി വെച്ച് കൊടുത്താൽ ഇവർക്ക് ഒരു കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഇവർക്ക് സൂചി വെച്ചെടുക്കാം. കുറച്ച് മരുന്നെടുത്ത് വെച്ച് കൊടുക്കാൻ പോവാണ്. വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രദേഴ്സ് റെഡി ആയിട്ടുണ്ട്. ബ്രദേഴ്സിൽ ഒരു ബ്രദർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും പോകാം കേട്ടോ. അടുത്തതായി വന്നിട്ടുള്ളത് നമ്മുടെ സുസിയാണ്. അപ്പോൾ സുസിക്ക് നമുക്കൊരു സൂചി വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അവൾക്ക് എന്താ പറയുക, തലവേദനയാണ്. അതുകൊണ്ട് സൂചി വെക്കാൻ ആവശ്യമില്ല. അപ്പോൾ തലവേദനക്കായതുകൊണ്ട് മരുന്ന് കൊടുത്താൽ മാത്രം മതി. അപ്പം നമ്മൾ ഇതിൽ മരുന്ന് എഴുതിയിട്ടുണ്ട്, മടക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതാ സുസിക്കുട്ടി കൊണ്ടുപോയി ഇത് കൊണ്ടുപോയി ഫാർമസി കൊടുത്ത് മരുന്ന് വാങ്ങി കഴിച്ചോ കേട്ടോ. അടുത്തത് വന്നിരിക്കുന്നത് ആനക്കുട്ടി. ഇത് എലിഫന്റ് കുട്ടി. ഇത് എലിഫന്റ് കുട്ടി, അതായത് ആനക്കുട്ടി എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ എലിഫന്റിൻ്റെ കുട്ടി കാണിക്കുക അമ്മാന ചെറിയ ആനക്ക് വേണ്ടിയുള്ള സൂചി വെക്കാൻ പറഞ്ഞു. നമുക്ക് മുട്ടിന് സൂചി വെക്കാം. അപ്പം നമ്മൾ സൂചി എടുത്തിട്ടുണ്ട്. കൊടുത്താലോ? അങ്ങനെയൊന്നും ഞാൻ പറയൂല. ഞാൻ തീരെ നന്മയില്ലാത്തോളമല്ല, എനിക്ക് നല്ല നന്മയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ കൊടുക്കാം. ആനക്കുട്ടി മൂത്രം ചെന്നു കേട്ടോ. അപ്പം നമ്മളെ ആനക്കുട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവൾ പറയാം. ഇനി ആൾക്ക് കുറച്ച് മരുന്നുള്ളൂ, ഇത്തിരി നേരം കൂടി. അടുത്തതായിട്ടുള്ളത് നമ്മുടെ റെഡ് കുട്ടി. റെഡ് കളർ ഉടുപ്പൊക്കെ ഇട്ട നല്ല ബൊമ്മ കുട്ടിയാണ്. അപ്പം നമുക്ക് ഇവർക്കൊരു സൂചി കൊടുക്കാം.
ഇഞ്ചക്ഷൻ കൊടുക്കണം. ഇഞ്ചക്ഷൻ അങ്ങനെ മരുന്നെടുത്തിട്ടുണ്ട്. ഇഞ്ചക്ഷൻ കൊടുക്കണം. ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവള് കരഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അവള് നല്ല സുന്ദരി കുട്ടിയായിട്ട് നിന്നിട്ടുണ്ട്. അടുത്തതായി വന്നിരിക്കുന്നത് ആനനെക്കാട്ടി വലിയൊരു കുട്ടിയാണ്. എന്നെക്കാട്ടി മടിയിൽ പിടിച്ചിരിക്കും. നമുക്ക് സൂചി ഇതിന് വലിയ സൂചന കണ്ടില്ല, അതുകൊണ്ട് ഇത്ര വലിപ്പമുള്ള സൂചി എടുത്തിട്ടുണ്ട്. കൊടുക്കണം. അപ്പൊ നമ്മള് സൂചി വെക്കാൻ പോവാണ്. സൂചി വെച്ച് കഴിഞ്ഞില്ലേ അടുത്തതാവ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ചെറിയ കുട്ടിയാണ്, എന്നാലും കുറച്ചൊക്കെ വലുത. നമുക്ക് സൂചി കൂടി നല്ല ഡോക്ടർ കുട്ടിയാണ്. അവർക്ക് ശമാനോ. അപ്പം നമ്മൾ ഇതിനും കൂടി ഒരു സൂചി കൂടി വെച്ചിട്ട് വീഡിയോ അവസാനിക്കുകയാണ്. അപ്പം അപ്പം ഇവരുടെ വീഡിയോ ഒക്കെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോ ബൈ ബൈ.